ഇപ്പോൾ പർച്ചേസ് പ്രൊസീജിയറിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ വൺ കംപ്ലീറ്റ് പർച്ചേസ് സൈക്കിൾ. ദർ ഇസ് 11 സ്റ്റെപ്സ് ഇൻ വൺ കംപ്ലീറ്റ് പർച്ചേസ് സൈക്കിൾ. അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂല, ഓരോ സ്റ്റെപ്പും വളരെ ചുരുക്കി എങ്ങനെയാണ് പർച്ചേസ് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ഈ ഒരു സെക്ഷനിൽ. പർച്ചേസ് പ്രൊസീജിയർ ഒരു ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിമം ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കൂടാതെ ഓരോന്നും ചെറുതായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകണം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നതിന് മുന്നേ എന്താണ് ഈ പർച്ചേസ് പ്രൊസീജിയർ എന്നൊന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ, ഇൻഡസ്ട്രി നമ്മൾ അറിയില്ല, നമുക്ക് ഇൻഡസ്ട്രിയിലൊന്നും വർക്ക് ചെയ്ത് അറിയില്ല. സോ നമ്മളെ കോളേജ് ഒന്ന് സെലക്ട് ചെയ്യാം. കോളേജ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മളെ കോളേജിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിഫറെൻറ്റ് നീഡ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് അവിടെ കൃത്യമായി അവിടുത്തെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഡിമാൻഡ്സ് അവിടെ മീറ്റ് ചെയ്തിരിക്കണം. ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ഓരോ ലാബുകളിലും അതുപോലെ ഓഫീസുകളിലൊക്കെ എത്തണം. അപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ് എടുക്കുക. ഒരു ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നീഡ്സ് എന്ന് പറഞ്ഞാൽ CRO, ഫംഗ്ഷൻ ജനറേറ്റർ, കമ്പ്യൂട്ടേഴ്സ്, അതുപോലത്തെ കുറേ കിറ്റ്, മൈക്രോ കൺട്രോളർ, എംബഡഡ് സിസ്റ്റം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യം വരുന്നത്. അതുപോലെ ഓഫീസ് സെക്ഷനിലാണെങ്കിൽ അവിടെ പേപ്പേഴ്സും ഫയൽസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓഫീസിന് ആവശ്യം. അപ്പം ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അവരുടെ നീഡ്സ് എന്താണോ അത് ആ റൈറ്റ് ടൈമിൽ തന്നെ അവിടെ ഡെലിവറി നടക്കണ്ടേ. അപ്പം നമ്മൾക്ക് ഇപ്പോൾ പർച്ചേസിങ് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽസ് ആണെങ്കിൽ ഇതുപോലത്തെ കുറേ ഡിപ്പാർട്ട്മെന്റ് കൂടാതെ പർച്ചേസിങ് സെക്ഷൻ ചിലപ്പോൾ വേറെ തന്നെ ഉണ്ടാവും. ആ പർച്ചേസിങ് സെക്ഷനാണ് ഈ ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായ സമയത്ത് അതാത് ഓരോ സെക്ഷനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ അറിയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് അതിന്റെ റെക്കഗ്നിഷൻ എന്താണ്, അതിന്റെ നീഡ് എന്താണ്, ആ പർച്ചേസ് അനാലിസിസ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ ഒക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഞാൻ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സെലക്ഷൻ ഓഫ് പോസിബിൾ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് സപ്ലൈ, മേക്കിംഗ് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻസ്, റിസീപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് കൊട്ടേഷൻസ്, selection of right source of supply, issuing the purchase order, follow up and expediting the order, analyzing reports and processing discrepancies and rejections, checking and approving vendors' invoice for payment, closing completed orders and maintenance of records and files. ഇത്രയും 11 സ്റ്റെപ്പാണ് നമ്മളെ പർച്ചേസ് പ്രൊസീജിയറിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അതിൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തേത് റെക്കഗ്നീഷൻ ഓഫ് നീഡ്, റിസീപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ അല്ലേ. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒരു ആവശ്യം വരുമ്പോൾ ഇറ്റ് ഈസ് ഒഫീഷ്യലി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ പർച്ചേസ് റിക്വസിഷൻ തയ്യാറാക്കും. റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ് വേണ്ടത്, അതിന്റെ ക്വാണ്ടിറ്റി എത്ര വേണം, ഏത് ക്വാളിറ്റിയാണ്, ആൻഡ് ബൈ വിച്ച് ഡേറ്റ് ദ മെറ്റീരിയൽ ഈസ് റിക്വയർഡ് ആൻഡ് ദ പ്ലേസ് അറ്റ് വിച്ച് ദ മെറ്റീരിയൽ ഷുഡ് ബി ഡെലിവേർഡ്. ഈ കാര്യങ്ങളൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ലല്ലോ എന്ത് മെറ്റീരിയൽ ആർക്ക് വേണമെന്നൊന്നും. അപ്പം അവർക്ക് നമ്മൾ ആവശ്യങ്ങൾ കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുക്കുന്നതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതിന്റെ ആ ഒരു ഡാറ്റാസ് ഒക്കെയാണ് പർച്ചേസ് റിക്വസിഷനിൽ ഉണ്ടാവുക. അപ്പോൾ പർച്ചേസ് റിക്വസിഷന്റെ ഒരു ഫോർമാറ്റ് ആണ് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റി, ഡിസ്ക്രിപ്ഷൻ, കോഡ് നമ്പർ, റിക്വസിഷൻ ഫോർ വിച്ച് മെറ്റീരിയൽ ആൻഡ് യൂണിറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റ് ഓൾറെഡി റെഡിയാണ്. അത് സ്റ്റോർ കീപ്പർ അവിടെ ഒപ്പിട്ട് കൊടുക്കുക പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. എന്താണ്? സെലക്ഷൻ ഓഫ് പോസിബിൾ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങൾ പല ഡിപ്പാർട്ട്മെന്റും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ ഒരു റൂട്ടിൽ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പോവാം. ആരൊക്കെയാണ്, ഏതൊക്കെ സപ്ലയേഴ്സ് ആണ് ഈ മെറ്റീരിയൽസ് എല്ലാം, ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഡെലിവർ ചെയ്യാന്നുള്ളത് ഒരു അനാലിസിസ് നടത്തണം അല്ലേ. ഫ്രീക്വന്റ്ലി പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ കുറച്ച് പ്രിഫേർഡ് സപ്ലയേഴ്സ് ഉണ്ടാവും നമ്മളെ ആ ഒരു ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ഐറ്റംസ് വാങ്ങാം. പുതിയ ഐറ്റംസ് ഏതെങ്കിലുമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് റെഫർ ചെയ്യാൻ കാറ്റലോഗ്സോ ട്രേഡ് ജേർണൽസോ അല്ല അഡ്വർടൈസ്മെന്റ്സോ ഒക്കെ നോക്കിയിട്ട് ആ ഐറ്റംസ് ഡെലിവർ ചെയ്യുന്നത് കമ്പനി ഏതാണ്, അവർ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെയുള്ള ഒരു സ്റ്റഡി ആദ്യം നടത്തും. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് സപ്ലയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായ സാധനങ്ങൾ
എത്തിക്കാൻ പറ്റുമോ, അവർക്ക് ഇത് ടൈമിൽ അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണോ, ആ മാനുഫാക്ചറർ അടുത്ത് നിന്ന് ഡയറക്റ്റ് വാങ്ങണോ അല്ലെങ്കിൽ ഹോൾസെയിലർ അടുത്ത് നിന്ന് വാങ്ങണോ, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മേക്കിംഗ് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻസ്. അപ്പോൾ ഇങ്ങനെ കുറേ കമ്പനികളൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് കൊട്ടേഷൻ അയക്കുക, അല്ലെങ്കിൽ നേരത്തെ മുന്നേ പറഞ്ഞൊരു മെത്തേഡിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം, ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊട്ടേഷൻ ആക്സെപ്റ്റ് ചെയ്യാം. അതും ഒരു മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മേക്കിംഗ് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ, റിക്വസ്റ്റ് ഉണ്ടാക്കുക, റെഡിയാക്കുക, അതെങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ റിക്വസ്റ്റ് റെഡിയാക്കി കൊട്ടേഷൻ ഫോമിൽ പർച്ചേസ് എന്തൊക്കെയാണെന്നൊക്കെ വേണ്ടതെന്നൊക്കെയുള്ള ഡാറ്റാസ് അങ്ങോട്ട് കമ്പനികൾക്ക് കൊടുക്കുക. കമ്പനികൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ പർച്ചേസ് ഓർഡർ അല്ല കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു എൻക്വയറി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് ഇൻ ടൈമിൽ സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള, ഏത് റേറ്റിലാണ് സപ്ലൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു പ്രിന്റഡ് ഫോമായിട്ടുള്ള കൊട്ടേഷൻ ഫോം ആ കമ്പനികൾക്ക് സെൻഡ് ചെയ്യാം. ഇനി കമ്പനികൾ ഉദ്ദേശിക്കുന്നത് സെല്ലേഴ്സ് കേട്ടോ, നമ്മളെ CRO ആണെങ്കിൽ CRO വിൽക്കുന്ന കമ്പനികൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവർക്ക് കൊട്ടേഷൻ അയച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചിങ്ങോട്ട്, ആ കമ്പനികളെല്ലാം തിരിച്ചിങ്ങോട്ട് അവർ നമ്മളെ ഡിമാൻഡ്സിന് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സിന്റെ റേറ്റ് എത്രയാണ്, അവരെങ്ങനെയാണ് അയക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡാറ്റാസ് തിരിച്ചയക്കില്ലേ. അപ്പം അതെല്ലാം നമ്മളൊന്ന് അനാലിസിസ് നടത്താം. കാരണം നമ്മൾ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ, ഫ്രീക്വൻസി, പ്രോപ്സ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഓരോ മെറ്റീരിയലിനെയും കറസ്പോണ്ടിങ് ആയിട്ട്, നമുക്ക് ആവശ്യമുള്ള ഓരോ പ്രോഡക്റ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പം അതിന് അല്ലെങ്കിൽ മെറ്റീരിയൽസ്, ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ മെറ്റീരിയൽസ്. അപ്പോൾ എന്തൊക്കെയാണ് കൊട്ടേഷൻ ഫോമിൽ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ കൊട്ടേഷൻ ഫോമിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? കുറേ ഡാറ്റാസ് അല്ലേ, നമ്മളെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, ഡിമാൻഡ്സ് എന്തൊക്കെയാണോ, അത് വെച്ചിട്ടുള്ള കുറേ ഡാറ്റാസ് വെച്ചിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കുക. കമ്പനികൾക്ക് നമ്മൾ അങ്ങോട്ട് കൊട്ടേഷൻ അയച്ചു, ഇങ്ങോട്ട് അവർ ആ കൊട്ടേഷൻ റിക്വസ്റ്റ് അയച്ചു, തിരിച്ച് അവരെന്ത് ചെയ്തു, അവരുടെ കൊട്ടേഷൻ ഇങ്ങോട്ട് അയച്ചു. അത് നമ്മൾ അനാലിസിസ് നടത്തി ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കി വെക്കുക. അതാണ് റെസിപ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് കൊട്ടേഷൻ. അടുത്ത സ്റ്റെപ്പിൽ, 5ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടത്? സെലക്ഷൻ ഓഫ് റൈറ്റ് സോഴ്സ് ഓഫ് സപ്ലൈ. ഏതാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം ഇപ്പൊ നോക്കി വെച്ച എല്ലാ കൊട്ടേഷനും ഒരു സ്റ്റഡി നടത്തിയ ശേഷം ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ അയാൾക്ക് നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കും? ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ഇൻ ടൈം ഡെലിവർ ചെയ്യാൻ പറ്റുമോ, ഈ കോൺട്രാക്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ, അവരുടെ പ്ലാന്റ് എവിടെയാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം റൈറ്റ് സോഴ്സ് ഓഫ് സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സപ്ലയേഴ്സ് ഇങ്ങോട്ട് അയച്ചു, അതിൽ നിന്ന് ഒരാളെ എടുത്തു. ഇനി 6ാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്ത സപ്ലയർക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുക. ഞങ്ങൾക്ക് സാധനം വേണം, ഇത്ര എണ്ണം വേണം, ഈ ഡേറ്റിന് കിട്ടണം, ഇന്ന സ്ഥലത്ത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഡർ. ഈ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെൻഡറിന് അല്ലെങ്കിൽ ആ സെല്ലറിന് നമ്മൾ കൊടുക്കുന്ന അതോറിറ്റിയാണ് ഫോർ ഷിപ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ബിൽ ദ കമ്പനി. നമ്മളെ കമ്പനി ആ ഐറ്റംസ് ബില്ല് ചെയ്യാൻ, പേയ്മെന്റിന് ബാധ്യസ്ഥരാണ്. അതുപോലെ അവരിങ്ങോട്ട് ഐറ്റംസ് ഷിപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഈ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പൊ പർച്ചേസ് ഓർഡർ നമ്മളെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഒരു കോപ്പി വെക്കണം. അതുപോലെ അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. പിന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഓർഡർ ആണല്ലോ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ കോപ്പി കൊടുക്കണം, പർച്ചേസ് ഓർഡർ കൊടുത്തു എന്നുള്ളതിന്റെ. ഈ കോപ്പികളെല്ലാം പർച്ചേസ് ഓർഡറിന്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുകയാണോ ചെയ്യുക? അല്ല. പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഫോളോ അപ്പ് ആൻഡ് എക്സ്പെഡിറ്റിംഗ് ദ ഓർഡർ എന്ന് വെച്ചാൽ ഈ കമ്പനി നമ്മളിപ്പോൾ ഓർഡർ കൊടുത്ത കമ്പനി ഉണ്ടല്ലോ, അവരുടെ പ്രോഗ്രസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചോ പോയി നേരിട്ട് നോക്കിയോ ഒക്കെ അവരുടെ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ആ ഡെലിവറി ഡേറ്റ് അവർക്ക് മെറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എൻഷുർ ചെയ്യണം. കാരണം ഇൻ ടൈം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽസ് ഡെലിവർ ആയില്ലെങ്കിൽ ആ കംപ്ലീറ്റ് കമ്പനി നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയാൽ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതിന്റെ മുന്നിലത്തെ ആ മാനേജ്മെന്റ് സെക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ ആ ഒരു ഫ്ലോ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൊഡക്ഷന്റെ ഒരു സ്റ്റേജിലും ഒരു ബ്രേക്കും വരാൻ പാടില്ല. അപ്പൊ അതിന് ഇൻ ടൈം മെറ്റീരിയൽ ഡെലിവർ ആവണം. അപ്പൊ അത് വലിയൊരു ഡ്യൂട്ടിയാണ് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്ന് പറഞ്ഞാൽ.
കൃത്യമായിട്ട് സാധനങ്ങൾ ഇങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ ഫ്ലോ ബ്രേക്ക് ആവാതിരിക്കാൻ കൃത്യമായിട്ട് മെറ്റീരിയൽസ് എത്തിക്കുക എന്ന് പറഞ്ഞ ഡ്യൂട്ടി. അപ്പോൾ ഡെലിവറി ഡേറ്റ്സ് മെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനിലായിരിക്കും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യണം. കൃത്യമായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി ഇരിക്കരുത്, അവരെത്തിക്കും എന്നുള്ള ഉറപ്പിൽ നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഇൻ ബിറ്റ്വീൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ എന്താണോ അത് ഒറിജിനലി പ്ലാൻ ചെയ്ത പോലെ സാധനങ്ങൾ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അതിനിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പ് എന്താണ്? സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഡർ കൊടുത്തു, സാധനങ്ങൾ പ്രീ ഡിസൈഡഡ് ആ ഡെലിവറി ഡേറ്റ് തന്നെ എത്തി, സാധനങ്ങളെല്ലാം നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിങ് റിപ്പോർട്ട്സ് ഓഫ് വാട്ട് ഹാസ് ബീൻ ആക്ച്വലി റിസീവ്ഡ്. ആ റിപ്പോർട്ട് ഉണ്ടാക്കുക, ഇന്ന സാധനങ്ങളാണ് എത്തിയതെന്നുള്ള റിസീവിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദീസ് റിസീവിങ് റിപ്പോർട്ട്സ് ആർ കമ്പയർഡ് വിത്ത് ദ പർച്ചേസ് ഓർഡർ. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഡിസ്ക്രിപ്പൻസീസ് എന്ന് വെച്ചാൽ വേരിയേഷൻ ഇൻ ക്വാണ്ടിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആദ്യം സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മൊത്തം എടുത്തു വെച്ചിട്ട് ഇന്ന സാധനങ്ങൾ എത്തി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുക, എണ്ണമൊക്കെ. എന്നിട്ട് ആദ്യം നമ്മൾ കൊടുത്ത ആ പർച്ചേസ് ഓർഡർ ഈ റിസീവിങ് റിപ്പോർട്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണം. അതുപോലെ ആ വെൻഡറിന് അല്ലെങ്കിൽ ആ സെല്ലറിന് അത് റിട്ടേൺ ചെയ്യണം. അതൊക്കെ അതിൻ്റെയൊക്കെ ചുമതല കൂടി എന്തിനാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ആൻഡ് 9th സ്റ്റെപ്പ് ഈസ് ചെക്കിംഗ് ആൻഡ് അപ്രൂവിങ് വെൻഡേഴ്സ് ഇൻവോയ്സ് ഫോർ പേയ്മെന്റ്. അപ്പോൾ കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ ഡെലിവറി ആയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പേയ്മെന്റ് കൊടുക്കണ്ടേ? അഗ്രീഡ് പ്രൈസ്, നമ്മളെ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞ പ്രൈസ് എന്താണോ ആ അഗ്രീഡ് പ്രൈസ് അവർക്ക് അവരൊരു ഇൻവോയ്സ് അയച്ചിട്ടുണ്ടാവും. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബില്ല്. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പിന്നെ അഗ്രീഡ് പ്രൈസ്, ആ അയച്ച പ്രൈസ് എന്താണ്, ഡിസ്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു റിപ്പോർട്ടും. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ മുന്നേ കൊടുത്ത എത്ര നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രീവിയസ് ഡാറ്റാസ് നോക്കിയിട്ട് അതും കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അവരെന്തെങ്കിലും റേറ്റിൽ വേരിയേഷൻ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യണം. അതൊക്കെ എൻഷുർ ചെയ്തിട്ട് ആ ഇൻവോയ്സ് പേയ്മെന്റിന് വേണ്ടിയിട്ട് കൈമാറുക. അപ്പോൾ ചെക്കിംഗ് ആൻഡ് അപ്രൂവിങ് വെൻഡേഴ്സ് ഇൻവോയ്സ് ഫോർ പേയ്മെന്റ് ചെയ്യുന്നത് അക്കൗണ്ട് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ സെക്ഷനിലേക്ക് കൈമാറേണ്ടത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ അവർ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ഓർഡർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ എല്ലാം ഓരോ ഫയൽ കോപ്പി എല്ലാ ഡിപ്പാർട്ട്മെന്റ് റിസീവിങ് റിപ്പോർട്ട്സും ഇൻവോയ്സും അവർ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ റെഡി ആക്കിയിട്ട് ഒരു ഫയൽ വെക്കുക. എന്നിട്ട് ആ ക്ലോസ് ചെയ്യാം. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഫയൽസ്, ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ പർച്ചേസ് പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് ഫയലിംഗ് ദ റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇത്രയും നടന്ന എല്ലാത്തിൻ്റെയും റെക്കോർഡ്സ് ഫയൽ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.